എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വിഷുപ്പായസമാണ്. ഈ ഒരു വിഷുനാളില് വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ക്രീമി ടെക്സ്ചറിലുള്ള ഒരു പാൽപ്പായസമാണ്. ഈ ഒരു പായസത്തിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കുമ്പോഴാണ് നല്ല രുചിയോടുകൂടി തന്നെ നമുക്ക് ഈ പായസം തയ്യാറാക്കി എടുക്കാനും സാധിക്കുന്നത്. സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അതുപോലെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ നോക്കിയാലോ എങ്ങനെയാണ് ഈ ഒരു വിഷുപ്പായസം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കല്ലേ കൂട്ടുകാരെ. അതുപോലെ ഇന്ന് നിങ്ങൾ കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറന്നു പോകരുത്. അപ്പോ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് പഴം പാൽപ്പായസം തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം അളവുള്ള കപ്പില് 1 കപ്പ് ഉണക്കലരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉണക്കലരി നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കി എടുത്തിട്ട് വരാം. നമുക്ക് ഇതുപോലെയല്ല പായസത്തിന് വേണ്ടത്, ഒന്ന് പൊടിച്ചെടുത്തിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. അതിനായിട്ട് നിങ്ങളുടെ കൈവശം പൊടിയരി ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാകും. എന്റെ കൈവശം പൊടിയരി ഇല്ലാത്തത് കൊണ്ടാണ് കഴുകിയതിന് ശേഷം ഞാൻ ഈ അരി ഒന്ന് പൊടിച്ചെടുക്കാനും പോകുന്നത്. കഴുകിയെടുക്കുന്നതിനായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റുവാണ്. ഇനി നമുക്ക് ഈ അരി നല്ലോണം കഴുകിയെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ കഴുകിയെടുത്ത അരി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഒന്ന് കറക്കിയെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ അരി ഞാൻ ഇതുപോലെ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ കറക്കിയെടുത്തിട്ടുള്ള അരി ഒരു കുക്കറിലേക്ക് വേവിക്കാനായിട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ അരി ഞാനിവിടെ ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്കായിട്ട് ഞാനിപ്പോ 1.5 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അരി കുക്കറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 2 നല്ല പോലെ പഴുത്തിട്ടുള്ള പൂവമ്പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് ഞാലിപ്പൂവൻ എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ റോബസ്റ്റ വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്ക് ഈ പഴം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ചെടുക്കുന്ന അരിയിലേക്ക് ചേർക്കാം. ഞാൻ ഈ പഴം ചെറിയ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്ത് ചേർക്കുന്നത്. ഇനിയിപ്പോ നിങ്ങളുടെ കൈവശം കദളിപ്പഴം കിട്ടുവാണെങ്കിൽ അതെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഈ അരിയിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. ഇപ്പോ അരി വേവിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ വെള്ളമൊക്കെ കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു പൊടിയരി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെള്ളം വറ്റി വരാൻ സാധ്യത കൂടുതലാണ്. നിങ്ങൾക്ക് 2 കപ്പ് വരെ വെള്ളം ചേർക്കാവുന്നതാണ്. അങ്ങനെ ഞാനിവിടെ നല്ല പോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ മൂടി ഒരു 3-4 വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അരി ഇവിടെ വെന്ത് വരട്ടെ, അതുവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു 4 വിസിൽ കൊണ്ട് തന്നെ നമ്മുടെ അരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഒന്ന് മാറ്റി വെക്കാം. അരി മാറ്റി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും മറ്റൊരു പാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. പാൻ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 250 ഗ്രാം അളവുള്ള കപ്പില് 1 കപ്പ് പഞ്ചസാര പാനിലേക്ക് ചേർക്കാം. പഞ്ചസാരയിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കണം. പഞ്ചസാര ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു പായസമാണ്. വിഷു സ്പെഷ്യലായിട്ടാണ് കാണിച്ചു തരുന്നത്. പഞ്ചസാര ഉരുക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുവാണെങ്കിൽ ചെറിയ തീയിലിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പൊ ആദ്യമായിട്ട് അല്ലെങ്കിലും അറിയാമെങ്കിൽ തന്നെയും ചെറിയ തീയിലിട്ട് പഞ്ചസാര ഉരുക്കിയെടുക്കുമ്പോഴാണ് അത് കരിയാതെ കിട്ടുന്നത്. പല ആൾക്കാർക്കും ഇപ്പോഴും ഈ ഒരു സ്റ്റെപ്പ് അറിയില്ല, അതുകൊണ്ടാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര നല്ലോണം തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലേക്ക് ആയി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ ചൂടുവെള്ളം ഒഴിക്കുന്നു എന്ന് മാത്രം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ട് മാറും ഈ പഞ്ചസാര. അതോർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട. ഒന്ന് നല്ലോണം തിളച്ചു വരുമ്പോഴേക്കും ഈ കട്ടകളെല്ലാം ഉടഞ്ഞ് പാകായി കിട്ടുന്നതാണ്. ഈ സമയത്ത് തന്നെ നമ്മുടെ അരിയും പഴവും നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ട നല്ല കട്ടിയായിട്ടാണ് കേട്ടോ നമുക്ക് ഇവിടെ വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി അരിയൊന്ന് നമുക്ക് മാറ്റി വെക്കണം. പഞ്ചസാര നല്ലോണം മെൽറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് പായസത്തിന് ആവശ്യമായ പാല് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ പഞ്ചസാര നല്ലോണം തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കാം. പാല് നല്ല കട്ടിയായിട്ടുള്ള പാല് വേണം കേട്ടോ എടുക്കാനായിട്ട്. പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പാലും ചേർന്ന് നല്ലോണം തന്നെ ഒന്ന് തിളച്ചു വരട്ടെ. പാൽ നല്ല പിങ്ക് കളറിലേക്കാണ് ആയി വന്നിട്ടുള്ളത്. പാലിപ്പോ നല്ലതുപോലെ ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ പാല് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയതിന് ശേഷം പായസത്തിന്റെ പാചകം തുടങ്ങാം. പാല് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും ഒരു ഉരുളി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ഉരുളി ചൂടായി വരുമ്പോൾ കുറഞ്ഞ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ഏലക്കപ്പൊടി വേണ്ട, ഗാർണിഷിന് കാഷ്യൂസ്, റൈസിൻസ് അങ്ങനെയുള്ള ഒന്നും വേണ്ട. ഒരു പാല് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതിയാകും. ഞാനിപ്പോ ഉരുളി ചൂടായി വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് അളവിൽ തന്നെ മതി, ഒരുപാടൊന്നും നെയ്യുടെ ടേസ്റ്റ് വേണ്ട. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ചേർക്കാം.
റൈസിന്റെ ആ ഒരു പച്ച ചുവയ്ക്കൊന്ന് മാറിക്കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെയ്യിലേക്ക് വേവിച്ച റൈസ് ചേർത്തിട്ടുള്ളത്. ഗ്ലാസ് അളവാണെങ്കിൽ ഒരു 12 ഗ്ലാസ് പായസമാണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഇനി കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യാനാണെങ്കിൽ പിന്നെ മെഷർമെന്റ് വെച്ച് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. ഇനി നെയ്യിലിട്ട് കൊടുത്ത് നമുക്ക് ഈ ഒരു റൈസ് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഉടച്ച് വേണം നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർക്കണം. പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലോണം തന്നെ ഒന്ന് ഇളക്കിയെടുക്കുക. ഈ ഒരു റൈസിന്റെ ആ ഒരു പച്ച ചുവയൊക്കെ മാറണം. അതില് ഇതുപോലെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് വേണം കേട്ടോ കൊടുക്കാനായിട്ട്. അരി പൊടിച്ച് ചേർത്തിട്ടുള്ളത് കൊണ്ട് ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. നല്ല പോലെ തന്നെ ഉടച്ചെടുത്താൽ മാത്രമാണ് കട്ടകളെല്ലാം ഒന്ന് ഉടഞ്ഞും കിട്ടുന്നത്. പഞ്ചസാരയും കൂടി ചേർന്ന് നല്ലോണം ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. വീണ്ടും നല്ലോണം ഇളക്കി കൊടുക്കാം. അരിയും പഞ്ചസാരയൊക്കെ ചേർന്ന് ഒരു 3-4 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാല് ചേർക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇളക്കി കൊടുത്ത് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. നല്ല പിങ്ക് കളറായിട്ടാണ് നമുക്ക് പായസം ഇവിടെ ആയി കിട്ടിയിട്ടുള്ളത്. ഇനി നല്ലോണം തിളച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ പായസം തിളച്ച് തൂവാൻ സാധ്യത കൂടുതലാണ്. ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുത്ത് വേണം കേട്ടോ പായസം ഒന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. ഇനി നമ്മുടെ പായസം ഒന്ന് തിളച്ച് കുറുകി കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് കാഷ്യൂസോ റൈസിൻസോ അലങ്കാരപ്പണികളോ ഒന്നും തന്നെ വേണ്ട കേട്ടോ. ഇപ്പൊ നമ്മുടെ പായസം ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടെ കുറുകി കിട്ടണം. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ നല്ലതുപോലെ തിളച്ച് നല്ല കുറുകിയ പാകത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, പിങ്ക് കളർ പായസമായിട്ട് ഇവിടെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വിഷുനാളില് എല്ലാവരും ഇതുപോലെ എളുപ്പത്തിലുള്ള ഈ ഒരു പായസം തയ്യാറാക്കി കഴിക്കണം. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പായസത്തിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചിയുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കല്ലേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.